ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ആൻസർ പറയുന്നതിന് മുമ്പ് ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, ബ്രസീൽ. 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ബ്രസീലാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്ത് ആദ്യമായി 2024 6G ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏത്? 6G സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ചൈന ഇസ് റൈറ്റ് ആൻസർ. ചൈനയാണ് ലോകത്ത് ആദ്യമായി 6G ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. 6G ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. 6G സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചൈന. അത് മാറിപ്പോവാൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഐക്യരാഷ്ട്രസഭയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത് ആരാണ്? 2024 ഐക്യരാഷ്ട്രസഭയുടെ പുതിയ സെക്രട്ടറി ജനറലായി ആരാണ് നിയമിതനായത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, ആന്റോണിയോ ഗുട്ടറസ്. 2024 UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഏറ്റവും കൂടുതൽ GDP വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്ന രാജ്യം ഏത്? 2024 ഏറ്റവും കൂടുതൽ GDP വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്ന രാജ്യം ഓപ്ഷൻ സി അമേരിക്ക ഇസ് റൈറ്റ് ആൻസർ. അമേരിക്കയിലാണ് 2024 ഏറ്റവും കൂടുതൽ GDP വളർച്ചാ നിരക്കുള്ളത്. അമേരിക്ക ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോരഖ്പൂരിലെ പൂർവാഞ്ചലിൽ ആദ്യ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ആര്? ഗോരഖ്പൂരിലെ ആദ്യത്തെ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ, ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകറാണ് ഗോരഖ്പൂരിലെ ആദ്യത്തെ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഫിഫ വനിതാ ലോകകപ്പ് നേടിയ രാജ്യം ഏത്? 2024 ഫിഫ വനിതാ ലോകകപ്പ് നേടിയ രാജ്യം ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, സ്പെയിൻ. സ്പെയിനാണ് 2024 ഫിഫ വനിതാ ലോകകപ്പ് നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് 2024 പരിഷ്കരിച്ചത്? കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഏത് ഉടമ്പടിയാണ് 2024 പരിഷ്കരിച്ചത്? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടിയാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് 2024 പരിഷ്കരിച്ച അന്താരാഷ്ട്ര ഉടമ്പടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യമാണ് നിലവിൽ ആസിയാൻ 2024 അധ്യക്ഷത വഹിക്കുന്നത്? നിലവിലെ 2024 ആസിയാൻ 2024 അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ലാവോസ് ഇസ് റൈറ്റ് ആൻസർ. 2024 ആസിയാൻ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ലാവോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 UK പുതിയ പ്രധാനമന്ത്രിയായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? UK പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി കെയ്മർ സ്റ്റാമർ ഇസ് റൈറ്റ് ആൻസർ. കെയ്മർ സ്റ്റാമർ ആണ് UK പുതിയ പ്രധാനമന്ത്രിയായി 2024 തിരഞ്ഞെടുക്കപ്പെട്ടത്. കെയ്മർ സ്റ്റാമർ ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യമാണ് 2024 വിന്റർ യൂത്ത് ഒളിമ്പിക്സ് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്നത്? ഏത് രാജ്യമാണ് 2024 വിന്റർ യൂത്ത് ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്? ഓപ്ഷൻ ഡി ദക്ഷിണ കൊറിയ ഇസ് റൈറ്റ് ആൻസർ. ദക്ഷിണ കൊറിയയാണ് 2024 വിന്റർ യൂത്ത് ഗെയിംസ് ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 തുർക്കി പ്രസിഡന്റായി അടുത്തിടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 തുർക്കി പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ഡി റസബ് തയ്യിബ് എർദോഗൻ ഇസ് റൈറ്റ് ആൻസർ. റസബ് തയ്യിബ് എർദോഗനാണ് 2024 തുർക്കി പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക സാമ്പത്തിക ഫോറം ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2024 വേൾഡ് എക്കണോമിക് ഫോറത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ ഡി സ്വിറ്റ്സർലാൻഡ് ഇസ് റൈറ്റ് ആൻസർ. സ്വിറ്റ്സർലാൻഡാണ് 2024 ലോക സാമ്പത്തിക ഫോറത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 RBI പ്രഖ്യാപിച്ച പുതിയ പലിശ നിരക്ക് എന്താണ്? 2024 RBI പ്രഖ്യാപിച്ച പുതിയ പലിശ നിരക്ക് ഓപ്ഷൻ ഡി 6.5 ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി 6.5 ആണ് 2024 RBI പ്രഖ്യാപിച്ച പുതിയ പലിശ നിരക്ക് 6.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 നീതി ആയോഗിന്റെ ഇന്നൊവേഷൻ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? 2024 നീതി ആയോഗിന്റെ ഇന്നൊവേഷൻ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഓപ്ഷൻ ബി കർണാടക ഇസ് റൈറ്റ് ആൻസർ. കർണാടകയാണ് 2024 നീതി ആയോഗിന്റെ ഇന്നൊവേഷൻ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം, കർണാടക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ്? 2024 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ, ശക്തി കാന്തദാസ്. ശക്തി കാന്തദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ, അതായത് 2024 ഗവർണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, എസ് സോമനാഥ്. ISROയുടെ 10ാമത്തെ ചെയർമാനാണ് എസ് സോമനാഥ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ
എസ് സോമനാഥ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വച്ഛ് സർവേക്ഷൺ 2024 ഏറ്റവും വൃത്തിയുള്ളതായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ നഗരം ഏത്? സ്വച്ഛ് സർവേക്ഷൺ 2024 ഏറ്റവും വൃത്തിയുള്ളതായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ നഗരം? ഓപ്ഷൻ ബി ഇൻഡോർ ഇസ് റൈറ്റ് ആൻസർ. ഇൻഡോർ ആണ് സ്വച്ഛ് സർവേക്ഷൺ 2024 ഏറ്റവും വൃത്തിയുള്ളതായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ നഗരം. ഇൻഡോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ആരോഗ്യത്തിനുള്ള അവകാശം നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. 2024 ആരോഗ്യത്തിനുള്ള അവകാശം നിയമമായി നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ സി രാജസ്ഥാൻ ഇസ് റൈറ്റ് ആൻസർ. രാജസ്ഥാനിലാണ് 2024 ആരോഗ്യത്തിനുള്ള അവകാശം നിയമമായി നടപ്പിലാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യമാണ് തേർഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്നത്? ഏത് രാജ്യമാണ് തേർഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്? ഓപ്ഷൻ ബി ഇന്ത്യ ഇസ് റൈറ്റ് ആൻസർ. ഇന്ത്യയിലാണ് തേർഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ ഇന്ത്യൻ ദൗത്യം ഏത്? 2024 ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ ഇന്ത്യൻ ദൗത്യം? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ആണ് 2024 ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ ഇന്ത്യൻ ദൗത്യം. ചന്ദ്രയാൻ 3. അടുത്ത ചോദ്യം, ആരാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി? 2024 ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. എസ് ജയശങ്കർ. എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി. അടുത്ത ചോദ്യം, 2024 ഏറ്റവും കൂടുതൽ FDI ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. 2024 ഏറ്റവും കൂടുതൽ FDI ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. FDI എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് FDI. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ FDI ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, 2024 SGD ഇന്ത്യയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? 2024 SGD ഇന്ത്യയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം? SGD എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദ്യം. ഓപ്ഷൻ എ കേരളം ഇസ് റൈറ്റ് ആൻസർ. കേരളത്തിലാണ് 2024 SGD ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം. അടുത്ത ചോദ്യം, DRDO ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് വിജയകരമായി പരീക്ഷിച്ചു. അതിൻ്റെ പേരെന്താണ്? DRDO വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബിൻ്റെ പേരാണ് ചോദ്യം. ഓപ്ഷൻ എ ഗൗരവ് ഇസ് റൈറ്റ് ആൻസർ. DRDO വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബിൻ്റെ പേര് ഗൗരവ്. അടുത്ത ചോദ്യം, ISRO അടുത്തിടെ സ്വകാര്യമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ISRO അടുത്തിടെ സ്വകാര്യമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ്? ഓപ്ഷൻ ഡി വിക്രം S ഇസ് റൈറ്റ് ആൻസർ. ISRO അടുത്തിടെ സ്വകാര്യമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റാണ് വിക്രം S. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഏത്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം? ഓപ്ഷൻ എ USA ഇസ് റൈറ്റ് ആൻസർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം USA, അമേരിക്കയാണ് റൈറ്റ് ആൻസർ. 126 മെഡലുകളാണ് അമേരിക്ക സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, 2024 ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? 2024 ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ബി കേരളം ഇസ് റൈറ്റ് ആൻസർ. കേരളം ആണ് 2024 ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം. അടുത്ത ചോദ്യം, 2024 ഇന്ത്യയിലെ ഏറ്റവും താമസയോഗ്യമായ നഗരമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ നഗരം ഏത്? ഏറ്റവും താമസയോഗ്യമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ നഗരം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ബാംഗ്ലൂരു ഇസ് റൈറ്റ് ആൻസർ. ബാംഗ്ലൂരു ആണ് 2024 ഏറ്റവും താമസയോഗ്യമായ നഗരമായി തിരഞ്ഞെടുത്ത നഗരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജയ്പൂരിലെ ആദ്യത്തെ മരുഭൂമി പാർക്ക് ഏതാണ്? ജയ്പൂരിലെ ആദ്യത്തെ മരുഭൂമി പാർക്ക് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. കിഷൻബാഗ്. കിഷൻബാഗ് ആണ് ജയ്പൂരിലെ ആദ്യത്തെ മരുഭൂമി പാർക്ക്. നമ്മളിതുവരെ 30 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ.